ഹാ വന്നോ? സോറിടാ, രാവിലെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അതാ പെട്ടെന്ന് അങ്ങ് പോയത്. ഞാൻ നിന്നെ വിളിച്ചായിരുന്നു. അത് പ്രശ്നമൊന്നുമില്ല. നീ വിളിച്ചില്ലേ, ഞാനല്ലേ എടുക്കാഞ്ഞത്. അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. ആന്റി കൂട്ടിന് ആളെ പറഞ്ഞു വിട്ടില്ലേ? ആര്യനുണ്ടായിരുന്നു കൂടെ. ആര്യനൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ആൻറ്റി വിട്ടില്ല. അങ്ങനെ അവസാനം ഗതികേട് കാരണം എന്നെ കൊണ്ടുവരേണ്ടി വന്നു. എന്തുവാണെങ്കിലും സംഭവം അറിഞ്ഞപ്പോ ഞാൻ ഷോക്കായിട്ടോ. എല്ലാവരും ഇത് തന്നെ പറയുന്നത്. ആര്യൻ എന്താ അത്ര ടെററാണോ? പാവല്ലേ. അല്ല, ഇതെന്താ എന്റെ കയ്യില്? ഋതു, ഇത് കാർത്തിയുടെ ബുക്കാ. അവൻ ക്ലാസ്സിൽ വെച്ച് മറന്നു. അപ്പം ഞാനിങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഫോട്ടോ ദേ നോക്കേ, ഇത് ഇതിന്ന് വീണതാ. ഇതാരാ? ഈ കാർത്തി ചേട്ടൻ ഇപ്പോഴും ഇവളുടെ ഫോട്ടോ കൊണ്ട് നടക്കുവാണോ? അത് കൂക്കി, ഇത് ലിയ. ഒരു സമയത്ത് ഞങ്ങൾക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അതെന്താ അങ്ങനെ? ഇപ്പം ഈ കുട്ടി എവിടെയാ? അല്ല, ഇവളും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ? ഇവളിപ്പോ എവിടാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞങ്ങളുമായിട്ട് പണ്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. കാർത്തി ചേട്ടൻ സ്നേഹിച്ചിരുന്ന കുട്ടിയാ. ഇവർക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പൊ കാർത്തി ചേട്ടനും ആര്യചേട്ടനും തമ്മിലുള്ള അടിക്ക് പിന്നിൽ പോലും ഇവളുടെ ഈ റിലേഷനും കാര്യങ്ങളും ഒക്കെ. കറക്റ്റ് റീസൺ എന്തെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവളെ ബേസ് ചെയ്താണ് ഇവർ ഈ അടി ഉണ്ടാക്കി നിൽക്കുന്നതെന്നറിയാം. എന്താ പ്രശ്നമെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാധനത്തെ ഇപ്പൊ കണ്ടുകൂടാ. എവിടെയോ പോയി. ഞാൻ തിരക്കാനും പോയിട്ടില്ല. എനിക്കറിയുകയും വേണ്ട. എന്റെ ചേട്ടന്മാരെ തമ്മിൽ തെറ്റിച്ചോളാം. അപ്പം ഇതാണോ നില പറഞ്ഞ ആള്? നിലേഷ് എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നീ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇതുപോലെ കുറച്ചൊക്കെ നിലയും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും അവൾക്കും അറിയില്ല. അതാണ്, ഇതിനെ പിന്നിലെ സ്റ്റോറി അറിയണമെങ്കിൽ കാർത്തി ചേട്ടനോടോ ആര്യചേട്ടനോടോ ചോദിക്കണം. എനിക്ക് തോന്നുന്നു കാർത്തി ചേട്ടന് പോലും പകുതി അറിയില്ലെന്ന്. ആര്യചേട്ടൻ എന്തൊക്കെയോ അറിയാം. അത് മിക്കവാറും തീപിടിച്ചായനും ആനിയമ്മയ്ക്കും അറിയായിരിക്കും. വേറെ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. അവരും മൂന്നുപേരുമല്ലേ എപ്പോഴും ഒന്നിച്ച്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. എന്തായാലും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനോ തിരക്കാനോ ഒന്നും പോയിട്ടില്ല. നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിലേ പോയി ആര്യചേട്ടനോട് ചോദിക്കും. അപ്പൊ അറിയാലോ. അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പം ആര്യനോട് പോയി ചോദിക്കല്ലേ സ്റ്റോറി അറിയാൻ? ബെസ്റ്റ്. അടി എരുന്ന് വാങ്ങാൻ നിൽക്കുവാണോ നീ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ അവർക്കിടയിൽ എന്താ നടന്നതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ഈ പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ? എന്നും ഇവരിങ്ങനെ എനിമീസിനെ പോലെ നടന്നാൽ മതിയോ? എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അതങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റിയ നല്ലതല്ലേ? അത് പിന്നെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞാൻ കുറെ ശ്രമിച്ചതാ. പക്ഷെ ഒരു വിധത്തിൽ നടന്നില്ല. കാർത്തി ചേട്ടൻ ഒട്ടും വിട്ടുതരുന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പാ, അരിഞ്ചേട്ടൻ ഒന്നും കാണാതെ ഇങ്ങനെ നിൽക്കില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടാവും ഇങ്ങനൊക്കെ. ആര്യച്ചേട്ടൻ എന്തൊക്കെയോ അറിയാം. അല്ലാതെ ചുമ്മാ കാർത്തി ചേട്ടന് ദോഷം വരുന്നൊന്നും ആര്യച്ചേട്ടൻ ചെയ്യില്ല. മോളെ ഋതു, വിനീതു ആന്റി വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ. നേരെ ഒരുപാടായില്ലേ? ഓ ശരിയാ, സമയം കുറെ ആയി. ഞാൻ എന്നാ ചെല്ലട്ടെ. അപ്പൊ ഓക്കെ കുക്കി, നാളെ കാണാമേ. ബൈ. നില്ല, ഒറ്റയ്ക്ക് വേണ്ട, ഇരുട്ടായില്ലേ. ആദിച്ചേട്ടൻ്റെ അടുത്ത് അങ്ങോട്ടാക്കാൻ പറയാം. അതെ, ഈ ഋതുവിനെ അങ്ങനെ അങ്ങ് കൊച്ചായി കാണുമൊന്നും വേണ്ട. എനിക്ക് പേടിയൊന്നുമില്ല ഇരുട്ട്. അങ്ങ് ദൂരെയൊന്നും അല്ലല്ലോ, അതോ അപ്പുറത്തെ വീട്ടിലോട്ടല്ലേ. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. അപ്പൊ ശരി, നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഷോ, എന്തൊരു ഇരുട്ടായത്. ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും ദൂരം ഉണ്ടോ? ഒരാവേശത്തിന് ഒരു പേടിയില്ലെന്ന് പറയുകയും ചെയ്ത്. ഒറ്റൊരോട്ടം വെച്ചു കൊടുക്കാം. രാമ 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 രാമ. എന്തൊരു സൗണ്ട്? നേരെ നോക്കി നടക്കടി, മറിഞ്ഞടിച്ച് വീഴാതെ. ആദിച്ചേട്ടനായിരുന്നു. എന്ത് നിക്കുന്നേ? അത് കേറി പോന്നില്ലേ? ഗുഡ് നൈറ്റ് ആദിച്ചേട്ടാ. ഇവക്ക് ഇതെന്താ പറ്റി? ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. കേറിപ്പോ. ആന്റി, ഋതു എവിടെ? ഇതാര് കൂക്കിയോ? അവളവിടെ റൂമിലുണ്ടോ? അവളെ അങ്ങോട്ടേ ഇല്ല. ഇത് ആര്യൻ്റെ റൂമല്ലേ?
ഒന്ന് കയറി നോക്കിയാലോ? അല്ല വേണ്ട. അവനോടുണ്ടെങ്കിലോ? അല്ല വേണ്ട. കയറി നോക്കാം. ഇതെന്ത് റൂമാണിത്? ഈ റൂം കാണുമ്പോഴേ ഊഹിക്കാം അങ്ങേറെ സ്വഭാവം. നിനക്ക് എന്തിടി ഇവിടെ കാര്യം? അത് ഞാൻ ഋതുവിനെ കാണാൻ വന്നയാ. ഋതു എന്തോ എൻ്റെ റൂമിലാണോ ഇരിക്കുന്നത്? അവളെ കാണാനാണെങ്കിൽ അവളുടെ റൂമിൽ പോകണം, അല്ലാതെ എൻ്റെ റൂമിൽ കയറി വരില്ല. കേട്ടോ ഉണ്ടക്കണ്ണി? അയ്യോ, കയറി വരാൻ പറ്റിയൊരു റൂം കണ്ടാച്ചാലും മതി. അയ്യോ, നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇതിനകത്തോട്ട് വന്ന് കയറാൻ? എൻ്റെ അടുത്ത് വഴക്കടിച്ച് നിൽക്കാതെ പോയി ഷർട്ട് എടുത്തിടും. എൻ്റെ റൂമിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കണക്ക് നിൽക്കും. ചിലപ്പോൾ ഷർട്ട് ഇല്ലാതെ നിൽക്കും, ചിലപ്പോൾ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ പലതും ഇല്ലാതെ നിൽക്കും. നിന്നോടാരും ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ലല്ലോ, ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന്. അതെ, പോവാൻ തന്നെ വന്നത്, അല്ലാതെ ഇവിടെ കിടക്കാനൊന്നുമല്ല കേട്ടോ. എന്നെ ഇറങ്ങി പൊക്കൂടെ? ഇനി എന്തോ ആനയിച്ചു കൊണ്ടാക്കണോ? താൻ പോടക്കാടുവേ. നീ പൊടി ഉണ്ടക്കണ്ണി. ഉണ്ടക്കണ്ണി തൻ്റെ കിട്ടിയോളൂ. പെണ്ണായിപ്പോയില്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ താൻ എന്തോ ചെയ്താനേ? കാണണോ എന്തോ ചെയ്യാന്ന്? ഓ കാണണം. തന്നെ കണ്ട് പേടിക്കാനേ കുറേ പേര് കാണും. ആ കുട്ടത്തിയെ കൂക്കിയപ്പെടുത്തണ്ട. ഇനി തന്നെ ഒരു പേടിയില്ല. ആണോ? എന്നെ ഒരു പേടിയില്ലാത്ത ഒരാളെ ഞാൻ തിരക്കി നടന്നതാ. എന്തായാലും ഇങ്ങോട്ട് വന്ന് കയറിയില്ലേ, താങ്ക്സ്. എന്തിനു? മോളിങ്ങനെ പുറകോട്ട് പോവാതെ ചേട്ടൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരട്ടെന്ന്. എന്ത് കാണിക്കട്ടെന്ന്? ഓടാ, എനിക്കറിയാൻ പേടിയില്ല. കട്ടുവേ. ചേടാ വേണ്ട വേണ്ടെന്ന് നോക്കുമ്പോ ചോദിച്ച മേടിച്ചിട്ടേ പോളെന്നും പറഞ്ഞ് നിൽക്കുവാണല്ലോ ഡി ഉണ്ടക്കണ്ണി നീ. എന്നെ എന്തേലും ചെയ്യാൻ ഇങ്ങോട്ട് വാ. എൻ്റെ കൈ മാങ്ങ വരയ്ക്കാൻ പോവല്ലേ? ഓഹോ, അങ്ങനെയാണോ? എന്നാ ഒന്ന് നോക്കട്ടെ ആ കൈ മാങ്ങ പറിക്കാൻ പോകുമോ ഇല്ലയോ എന്ന്. അയ്യടാ, കണ്ണും പൂട്ടി അങ്ങ് നിൽക്കുന്ന നോക്ക്. വല്ലാണ്ട് അങ്ങനെ പ്രതീക്ഷിക്കണ്ട. എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ കുക്കി, നീ എന്താ ചെയ്തത്? എന്തൊക്കെ ഡയലോഗ് അടിച്ചതാ, എന്നിട്ട് എന്തോ കാണിച്ചത്? ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. മാറിക്കിട കടുവേ. ഞാൻ നിന്നെ കാണാൻ വന്നതാ. എന്നിട്ടാണോ എന്റെ റൂമിലോട്ട് വരാതെ പോവാൻ നോക്കുന്നേ? അത് പിന്നെ ആൻറ്റി പറഞ്ഞു നീ കുളിക്കാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് വരാമെന്ന്. ആ, നിനക്കെന്താ പറ്റി? നീ വല്ലാണ്ട് നെർവസ് ആണല്ലോ. നീ ഓക്കെ അല്ലേ? എനിക്കെന്ത് പറ്റാൻ, ഞാൻ ഓക്കെയാണ്. എന്നാവാ നമുക്ക് എന്റെ റൂമിൽ പോവാം. അല്ല, ഞാനൊരു കാര്യം പറയാൻ വന്നയാ. ഋതു, അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. ഞങ്ങൾക്കിവിടെ പറയാൻ വേറെ ആരുമില്ല, അതുകൊണ്ട് ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. അതൊന്ന് പ്ലാൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അപ്പം നിൻ്റെ അടുത്തും കൂടെ വന്ന് പറയാമെന്ന് വെച്ചു. അതിന് വന്നയാ. ഓ അതാണോ? അതിനെന്താ, അത് നമുക്ക് സെറ്റ് ചെയ്യാലോ. നീ വാ, ഇപ്പൊ റൂമിൽ പോവാം. ശരി, എന്നാൽ നീ റൂമിലോട്ട് ചെല്ല്. ഞാൻ ഈ ബുക്ക് കാർത്തിക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ, എന്നാ ഞാൻ റൂമിൽ കാണേ. കാർത്തി. ആ കുക്കി, നീ എപ്പോ വന്നോ? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഇത് നിൻ്റെ ബുക്കാ. നീ ഒന്ന് ക്ലാസ്സിൽ മറന്നു വെച്ചിട്ട് പോന്നതാ. ഞാൻ കണ്ടപ്പോൾ എടുത്തു വെച്ച. പിന്നെ കാർത്തി, നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണേ. അങ്ങോട്ട് വരണം കേട്ടോ. ടൈം ഞാൻ പറയാം. ഞാനും മൃദുവും കൂടെ അതിൻ്റെ പ്ലാനിങ്ങിലായിട്ടിരിക്കുവാണ്. വേറെ ആരുമില്ല. ഇവിടുന്ന് നിങ്ങളും പിന്നെ അവിടെ ഉള്ളവരും, അത്രേ ഉള്ളൂ. ഓക്കെ കുക്കി. അപ്പോൾ ഓക്കെ, ഞാൻ ഋതുവിൻ്റെ റൂമിലോട്ട് ചെല്ലട്ടെ. ഓക്കെ, അപ്പൊ എന്താണ് പ്ലാൻ? നാളെ അല്ലേ ബർത്ത്ഡേ? അങ്ങനെ വലിയ പ്ലാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് കേക്ക് കട്ട് ചെയ്യണം, എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടണം, അത്രേ വേണ്ടു. നാളെയാണ്. പിന്നെ നിലയും കൂടെ വിളിക്കാം നമുക്ക്. നിലേച്ചി വരായിരിക്കും. നിലേച്ചിയോട് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ആനിമയൊക്കെ വിളിക്കണ്ടേ? ഇല്ല, ആനിയമ്മയും ഡേസിച്ചായനും സ്ഥലത്തില്ലിപ്പോൾ. അപ്പൊ പിന്നെ അത് വേണ്ട. അപ്പൊ എപ്പോഴാ? വൈകിട്ടാണോ കേക്ക് കട്ടിങ് ഒക്കെ? വൈകിട്ട് സെറ്റാക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ അച്ഛനും പോയിട്ട് വരാമല്ലോ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു 7-7:30 ആ സമയത്ത് കേക്ക് കട്ടിങ്ങും ഫുഡൊക്കെ ആയിട്ട്
സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാം. ആദിച്ചേട്ടല്ലേ അവിടെ? ചേട്ടൻ ഉണ്ട്, പക്ഷെ 2 ദിവസമായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ബിസിയാണ്. കുറേ ഫോൺ കോളും ഫയൽസും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നു. ആദിച്ചേട്ടൻ ജോലി നോക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ജോലിയൊന്നും ആയില്ലല്ലോ, പിന്നെന്താ ഫയൽസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞേ? അത് പിന്നെ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ പിന്നെ നാളെ എല്ലാം പറഞ്ഞ പോലെ എന്നാൽ ഞാൻ ഇറങ്ങുവാണേ. ഇതൊക്കെതെന്താ പറ്റിയ പെട്ടെന്ന് പോന്നു? എന്തോ എവിടേക്കോ ഒരു തകരാറ് പോലെ. കണ്ടുപിടിക്കാം. ഓയ് ഉണ്ടക്കണ്ണി, പോവാണോ? അല്ല, വരുക. എന്തേ? ഓ, ഒന്നുമില്ലേ. അയ്യോ, ആരുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പറയണോ? പറഞ്ഞേക്കാം. ആര്യനോട് മാത്രം അങ്ങനെ പറയാതിരിക്കാം. അതെ, നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. താനും വരുമല്ലോ അല്ലേ? ഞാനൊന്ന് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ വരാം. ഓ ശരി, ആയിക്കോട്ടെ. എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെ. പറ്റുവാണെങ്കിൽ വരാമെന്ന്. അയാൾക്ക് ഇവിടെ എടുക്കത്തെ തിരക്കല്ലേ. കുക്കി, ഞാൻ പുറത്തോട്ട് പോവാണേ. ഈ സമയത്ത് ചേട്ടാ ഇത് എവിടെ പോന്നു? കുക്കി, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ചേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വർക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തിരക്കുണ്ടോ? 2 ദിവസമായിട്ട് ഓടി നടക്കുമല്ലേ, അതുകൊണ്ട് ചോദിക്കുക. ഇല്ല മോളെ, എനിക്കൊരു കുഴപ്പമില്ല. ഇത് വേറൊരു കാര്യം. ചേട്ടനിവിടെ ഒരു കേസിൻ്റെ കാര്യമായിട്ട് വന്നതല്ലേ, അതിൻ്റെ വല്ല പ്രോബ്ലംസ് ആണോ? അതൊന്നുമല്ല കുക്കി, നീ മിണ്ടായിരുന്നേ. അവർക്കിപ്പോൾ വരില്ലേ. ശരി, എന്നാ ഞാൻ വൈകാതെ തന്നെ തിരിച്ചു വരാം. ഓക്കെ. ഹലോ ആൻറ്റി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മോളെ. പിന്നെ കുക്കിയുടെ റൂമിലുണ്ട് എല്ലാരും, മോൾ അങ്ങോട്ട് ചെല്ലുന്നേച്ചില്ല. ദിലീച്ചി, ബാ ബാ. എത്ര നേരമായി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു? ഈ ചട്ടമ്പി ആയിരുന്നു അമ്മ പറഞ്ഞത് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ടെന്ന്. എന്തേ, പിടിച്ചില്ലേ? അല്ല പിന്നെ നീല ആരെ പ്രതീക്ഷിച്ചാണ്ടാ വന്നത്? അമ്മ ഉദ്ദേശിച്ചത് എന്നെയും കാർത്തിചേട്ടനെയും കൂടെ. കാർത്തിചേട്ടൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നീ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു. പുള്ളിക്ക് ഫോൺ വന്നിട്ട് പോയി. ഈ മരമോന്ത കാണണ്ടല്ലോ. ഡീഡി ചട്ടമ്പി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. മതി മതി. അതെ, കാർത്തെ കാണാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം ആ കൊച്ചിൻ്റെ അടുത്ത് തീർക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ അങ്ങനെ ആരെയും പ്രതീക്ഷിച്ചില്ല. അല്ല, അമ്മ പറഞ്ഞു അവരെല്ലാം അവിടെ ഉണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഒക്കെ കാണുമെന്ന്. ഇവിടെ വന്നപ്പോൾ ഇവള് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെ അങ്ങനെ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, നമ്മളും പിന്നെ ആൻറ്റിയുടെ വീട്ടിലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. വിഷമിക്കണ്ട, കാർത്തിപ്പ വരും. ഒരു കോള് വന്ന് അങ്ങോട്ട് പോയതാ. അതിന് എനിക്കെന്താ, ഒന്ന് പോയേ. ഇല്ലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആന്നില്ല, നീ എത്തിയോ? എന്താ വൈകിയേ? നീ നേരത്തെ വരുമെന്നാണല്ലോ പറഞ്ഞത്. അല്ല, അതിന് ഞാൻ വൈകില്ലല്ലോ. കേക്ക് കട്ടിങ്ങിന് മുമ്പ് എത്തിയില്ലേ? കേക്ക് കട്ടിങ്ങിന് മുമ്പ് എത്തി, പക്ഷെ മോൾ എന്നോട് എപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അതെനിക്ക് വേറൊരിടം വരെ പോകാണ്ടായിരുന്നു, അവിടെ പോയിട്ട് വന്നത്. അത് ഈ ടൈം ആയത്. എല്ലാരും ആയല്ലോ. അല്ല, ആദ്യം ഇവിടെ ചേട്ടൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയതാ. ഇല്ല അച്ഛാ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആരും ഇവിടെ അവനെ കണ്ടില്ലല്ലോ. അവനും പുറത്തെവിടെ പോയേക്കുക. എപ്പോ വരും എന്നൊന്നും എനിക്കറിയില്ല. അവനെ നോക്കിയേക്കൊന്നും വേണ്ട, ആദ്യമോന്റെ കാര്യം നോക്ക്. അവൻ വന്നാൽ നമുക്ക് കേക്ക് മുറിക്കാം. ഞാൻ എത്തി. സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇനി ടൈം കളയണ്ട, കേക്ക് കുറിച്ചോ. എവിടായിരുന്നടാ? ആര്യനും ഉണ്ടല്ലോ കൂടെ. നിങ്ങൾ ഒന്നിച്ചാണോ വന്നേ? അല്ലല്ല. ഇനി അതും ഇതും ചോദിച്ചെന്ന സമയം കളയാതെ വാ, കേക്ക് മുറിക്കാം അങ്ങോട്ട്. ആദ്യ ചേട്ടൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കഴിയട്ടെ, കണ്ടുപിടിക്കണം.
കുക്കി അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുവാണേ. ഈ കാർത്തി നില്ല്. കുക്കി നില്ല്, ഞാൻ ചെല്ലാം. എന്താ കാർത്തി നീ ഫുഡൊന്നും കഴിക്കാതെ പോന്നേ? അവർക്കത് വിഷമാവില്ലേ? അവിടെ അവൻ്റെ മുഖം കണ്ടുകൊണ്ട് നിൽക്കുക എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് അഭിനയിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. എൻ്റെ സ്വഭാവമേ മാറും. അതുകൊണ്ട് അതിനു മുമ്പേ അവിടുന്ന് മാറിയിരിക്കുന്നത് തന്നെ നല്ലത്. ഞാൻ പോവാ, നീ വിട്ടേ എന്നെ. എൻ്റെ കാർത്തി, നിന്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെ. ഇനി എന്ത് പറഞ്ഞ് നിന്നെ ഞാൻ മനസ്സിലാക്കിക്കാനാ? പറയേണ്ടതൊക്കെ പറഞ്ഞു തന്നതാ. എന്താ നിനക്കൊന്നും തലേ കയറാത്തേ? എൻ്റെ നില, നീ നിൻ്റെ കാര്യം നോക്കി പോയേ. വെറുതെ ഇതിലിടപെടണ്ട. പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് നിനക്ക് തന്നെ അറിയാവേ. വീണ്ടും എന്തിനാ? എന്നെ വിട്ടേക്ക് എൻ്റെ പാട്ടിന്. അങ്ങനെ നിന്റെ പാട്ടിനെ വിട്ടു കളയാൻ വേണ്ടിയിട്ടല്ല ഇത്രയും നാൾ നിന്നെ സ്നേഹിച്ച് നിന്റെ കൂടെ നടന്നത്. നിലച്ചിക്കപ്പോ കാർത്തിച്ചാനെ ഇഷ്ടമായിരുന്നോ? അങ്ങനെ അത് കഴിഞ്ഞു. എന്ത് കുക്കി നിനക്കറിയാറുന്നത്? അവക്ക് കാർത്തിനെ ഇഷ്ടമെന്നുള്ളത് ഞാൻ നേരത്തെ പൊക്കിയതാ. ഇതെപ്പോ ഇത്രയും നാളെ കൂടെ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ടാണ് ഞാൻ നിന്നെയും കാർത്തിനെയും സെറ്റാക്കാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്തത്. എന്തോന്ന്? എന്നെയും കാർത്തിനെയോ? എന്തിന്? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങളെ തമ്മിൽ സെറ്റാക്കാന്ന്. നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തോ കെമിസ്ട്രി ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. കാർത്തി ചേട്ടന്റെ മൈൻഡൊക്കെ ഒന്ന് മാറ്റാനായിരുന്നു. ഇനിയിപ്പോ നിലയിച്ച് മതി. ബെസ്റ്റ്. ചുമ്മാ നല്ല നില നിന്നെ ചട്ടമ്പി എന്ന് വിളിക്കുന്നത്. ശരിക്കും ഒരു ചട്ടമ്പി തന്നെ. അത് പിന്നെ സാരമില്ല. നീ ഒറ്റയ്ക്കായി പോവില്ല കുക്കി. നിനക്ക് വേണ്ടി ഞാൻ ഇനി എന്റെ ആര്യൻ ചേട്ടനെ സെറ്റാക്കാനുള്ള പ്ലാൻ ആലോചിക്കട്ടെ. ഇങ്ങനെ പോയാൽ നീ ഉടനെ എൻ്റെ എന്തേലും ഒക്കെ വാങ്ങിച്ചു കൂട്ടും. എൻ്റെ നില, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? എനിക്ക് കാർത്തി എന്ത് വിചാരിക്കുമെന്തോ. നില, ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ. കാർത്തിക് എന്ത് വിചാരിക്കുമെന്തോ. ഇത് നേരത്താണോ എനിക്ക്? ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ സമാധാനമായി. കുറേ നാൾ പറയാനിരുന്ന കാര്യം പറഞ്ഞു. പക്ഷെ ഇനി എന്തൊക്കെയാവുമെന്തോ.